ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു റമദാൻ ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. കാരണം ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് അതൊരു ടാസ്ക് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ പുറത്തേക്കൊക്കെ പോയി നോക്കിയപ്പോൾ ഉമ്മ ഇങ്ങനെ തേങ്ങ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ജനറേഷൻ കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണക്കാൻ വെക്കലും പൊടിക്കലും ഒക്കെ ഉണ്ടാവുമെന്ന്. കാരണം ഈ പറയുന്ന ഞാനാണെങ്കിൽ കൂടെ ഇനിയുള്ള ജനറേഷനൊക്കെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുക ഈ പാക്കറ്റ് ഫുഡ് കാരണം നമുക്ക് ടൈമും ലാഭമാണ്, വർക്ക് ചെയ്യാനും നമുക്ക് മടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി കാണുമെന്ന് ഇനി കണ്ടറിയേണ്ടി വരും. ഈ പറയണ ഞാനാണെങ്കിൽ കൂടെ അതാണ് പ്രിഫർ ചെയ്യുക. കൂടുതലും എന്തെങ്കിലുമൊക്കെ നല്ലതായിക്കോട്ടെ വിചാരിച്ചിട്ട് അവലൊക്കെ നനച്ച് വെച്ചതാണ്. കാരണം നോമ്പ് തുറന്ന ഉടനെ കുറച്ചെടുത്ത് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് ഇതാ പത്തിരിപ്പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇമ്മൊക്കെ റെഡിയാക്കി വെച്ച് ഇനി എനിക്ക് ജസ്റ്റ് അത് ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എല്ലാ പ്രാവശ്യവും നോമ്പ് തുറക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇതിൻ്റെ സ്നാക്കായിട്ടുള്ള ഒരു സമൂസ എന്തായാലും മസ്റ്റാണ്. കാരണം നമുക്ക് സ്നാക്ക് എന്തായാലും മസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യാറ് സമൂസയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൊട്ടാറ്റോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ പണിയൊന്നുമില്ല, പീൽ ചെയ്ത പൊട്ടാറ്റോസൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ലോണം സ്മാഷ് ചെയ്യണം. അതിനുശേഷം കൂടുതൽ പണിയൊന്നുമില്ല, ഇനി ജസ്റ്റ് ഈ സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ നമുക്ക് അതിലേക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു മസാലയും കൂടെ ഉണ്ടാക്കാണ്ട്. അപ്പം ഈ മസാലക്കുള്ള പരിപാടിയിലാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ബിഗ് ഒനിയൻ എടുക്കുക. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് വെളുത്തുള്ളി, ഇത് മൂന്നും എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കണം. കട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ കൂടുതൽ നമുക്ക് സൗകര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയത്തിന് ലാഭമാണ്. ചോപ്പറാകുമ്പോൾ നമുക്ക് എല്ലാം ഒരേ ടൈപ്പിൽ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഇവിടെ ചോപ്പറാണ് എടുക്കുന്നത്. അങ്ങനെ ചോപ്പർ എടുത്തിട്ട് അത് നന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചോപ്പറിൻ്റെ പ്രൊസീജിയർ എനിക്ക് ആദ്യം അറിയില്ലേനു, പിന്നെയാണല്ലോ നമ്മളെല്ലാവരും പഠിക്കുക. അതുപോലെ തന്നെ പഠിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫസ്റ്റത്തെ പ്രസ്സിങ് ഒക്കെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ അത് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. കാരണം കുറേ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇമ്മ അത് റെഡിയാക്കി തന്ന്. അതിനുശേഷം ഞാനിങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കേണ്ട പരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറേയൊക്കെ കൊള്ളാവും, കുറേയൊക്കെ നന്നാവും. ലാസ്റ്റ് അത് സെറ്റായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അത് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പണാക്കി ചെയ്ത് നോക്കിയപ്പോൾ ഓപ്പൺ ചെയ്യാനും കിട്ടുന്നില്ല. ലാസ്റ്റ് അത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് എടുത്ത് അത് കഴിഞ്ഞിതാ ഓപ്പൺ ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്ര ചോപ്പ് ചെയ്താൽ മതിയെങ്കിൽ അത്ര മതി, ഇല്ലെങ്കിൽ നമ്മളൊന്നും കൂടി അതൊന്ന് സ്പിൻ ചെയ്ത് കൊടുത്താൽ സാധനം റെഡിയാവും. എനിക്കാണെങ്കിൽ കുറച്ച് കടിക്കണ ടൈപ്പിലുള്ള മസാല വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും അത് സ്പിൻ ചെയ്ത് കൊടുത്തില്ല. അടുത്ത നമ്മൾ മസാലക്കുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെളിച്ചെണ്ണ കൊഴിച്ച് കൊടുത്ത് അതിൽ നമ്മളിപ്പോൾ സ്പിൻ ചെയ്ത് വെച്ച ആ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വാടി വരുന്ന രൂപത്തിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് വാടി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു പച്ചമുളക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ചെപ്പ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല വേണമെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസാക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് നല്ല ഗ്രേവി പോലെ ആയതിന് ശേഷം നമ്മൾ ആ ഒരു പൊട്ടാറ്റോസും അതുപോലെ തന്നെ ഈ ചിക്കൻ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചിക്കനാണ്. അപ്പോൾ രണ്ടും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമുക്കൊരു മസാല കിട്ടും. അതാണ് നമ്മുടെ സമൂസക്കുള്ള മസാല. അപ്പോൾ ഇത് ഇന്ത്യ സ്റ്റൈലിലുള്ളൊരു മസാലയാണ്. ഇത് പുറത്തെവിടെയും പോയി തപ്പി നോക്കിയാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ടാസ്ക് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോർട്ട് ചെയ്തിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്രാവശ്യത്തെ നോമ്പിൻ്റെ ക്ലൈമറ്റ്. അത് ഭയങ്കര ചൂടാണ്, അടുക്കളയിലൊന്നും നിൽക്കാനേ പറ്റുന്നില്ല. അപ്പോൾ വൈകുന്നേരമാണ് നമ്മളധികം പണിക്കിറങ്ങൽ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവിടെ ചിക്കന് ക്രഷ് ചെയ്യാതെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്രഷ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കടിക്കുന്ന രൂപത്തിൽ ചിക്കൻ ആവുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്ര ഒരു ചെറുതായിട്ടൊന്ന് ബൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ ആയി കിടക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ക്രഷ് ചെയ്യാതെ അങ്ങനെ വെച്ചത്. എന്തായാലും നമ്മളെ മസാല അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മസാല ഇനി വേറെ ടൈപ്പ് ആക്കുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആ ഒരു സമൂസ ഷീറ്റിക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഷീറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണമെങ്കിൽ മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ വേണ്ട, കാരണം ചില ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് ഫോൾഡ് ചെയ്യാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല. ആദ്യം നമുക്ക് ഓരോ ഷീറ്റ്സ് ഇങ്ങനെ ഡിഫറെൻ്റാക്കി മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഒന്നെടുത്തിട്ട്
ഇതാ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് അങ്ങോട്ടും ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മളെ ഫില്ലിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് നേരെ ക്ലോസ് ചെയ്താൽ മതി. ഇപ്പോൾ ചില ആൾക്കാർ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, മൈദ ഒക്കെ ഇങ്ങനെ കോട്ട് ചെയ്യലുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതുള്ളൂ. ഇത് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഓരോന്നെടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച എണ്ണയിൽ വേണം ഇടാൻ, അതുപോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനും. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോഴത്തേന് ടേബിൾമേക്ക് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ മെലൺ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട് ഞാൻ നോമ്പ് തുറന്നിട്ടുണ്ട്. എന്തായാലും റാഹത്തായി നോമ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.